മൂപ്പർക്ക് ഏതെങ്കിലും പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മൂപ്പർക്ക് അതിനെ കല്യാണം കഴിക്കണം. ശ്രദ്ധിച്ച് കേട്ടോളി മാതാപിതാക്കളായ ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിച്ച് കേട്ടോളി ഈ ഒരു വിഷയം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തല്ലൂരുള്ള ഒരു വീട്ടിലാണ്. ആ വീട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ PMS പൂക്കോയ തങ്ങളുടെ മകന്റെ വീട്ടിലാണ്. മകന്റെ കൂടെയാണ് ഇപ്പൊ ഞാനുള്ളത്. ഇത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഞാൻ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണില്ല, കാരണം പുറകിൽ നിന്ന് കാക്ക കരയുന്നുണ്ട്. അപ്പൊ കാക്ക കരഞ്ഞ് കൊടിമരം ഉണ്ടാക്കിയ ഒരാളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. കാക്ക തൂറിക്കഴിഞ്ഞ് കൊടിമരം ഉണ്ടാക്കി അതിൽ പിരിവ് നടത്തുന്ന ഒരാളെ കുറിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഹാമിദിന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്ന ആളാണ് PMS പൂക്കോയ തങ്ങളുടെ മകനായ മുത്തുപ്പ തങ്ങള് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പൊ മൂപ്പരോട് നമുക്ക് ഈ പറയുന്ന ഹാമിദിന്റെ കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ മൂപ്പര് കൂടെ ഉണ്ടായിരുന്ന കാലത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്, അങ്ങ് ബോംബെയിലെ ധാരാവിയിലെ കഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും വീഡിയോ. നമ്മൾ കൂടുതൽ ലെങ്ത് ഉണ്ടെന്ന് വെച്ചാൽ 1-2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ വിടുക. അപ്പൊ എന്തായാലും തങ്ങളോട് തന്നെ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കുക. അസ്സലാമു അലൈക്കും. ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലങ്ങൾ എവിടെയെന്ന് ഭയങ്കര ആളുകൾ ചിന്തിക്കേണ്ടാകുക. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഇങ്ങനെ വരാണ്ടായ കാരണം എന്താണ്? വരാണ്ടായ കാരണം എന്ന് പറഞ്ഞാല് ഈ ആമിത്തങ്ങള് പിന്നെ നമ്മളെ കൂട്ടത്തില് ഇവിടെ വീട്ടിൽ തന്നെ വളർന്നതാണ്. എന്റെ വാപ്പ മൂപ്പരെ നോക്കിയിട്ടുണ്ട്. വാപ്പ പോണ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വയനാട്, അതേപോലെ മൈസൂര് പോലെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ കുറച്ച് കാലം ഇവിടെ സ്കൂളിൽ പഠിച്ചു. 8ാം ക്ലാസ് 9ാം ക്ലാസ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ പന്തല്ലൂർ ഹൈസ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളെ ഇവിടെ ദർസിൽ ഇവിടെ വെള്ളാങ്കാടുള്ള ഉമർ വൈസി ഞാനും ഉസ്താദിന്റെ കൂടെ ദർസിൽ ഓതിയതാണ്. വാപ്പ മൂപ്പര അവിടെ ഉസ്താദിന്റെ കൂടെ ദർസിൽ ആക്കിയിട്ടുണ്ട്. കുറച്ച് കൂടുതലൊന്നും ദർസിൽ നിന്നിട്ടില്ല. പോകേണ്ട കാരണം എന്താ? അവിടുന്ന് ഇതേമാതിരി മൂപ്പർക്ക് ഉസ്താദിന്റെ അടുത്ത് അടി കിട്ടി. മൂപ്പർക്ക് അടി കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാല് അവിടെ ഒരു പന്ത് കളിയാണ്. പന്ത് കളി ഉസ്താദ് ജുമാ കഴിഞ്ഞ് വെള്ളിയാഴ്ച വീട്ടിൽ പോയ സമയത്ത് നേതൃത്വം മൂപ്പരെ കൊടുക്കുക. അപ്പോ പന്ത് കളിച്ചപ്പോ 2 പോസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോ മൂപ്പരൊപ്പം കളിക്കുന്ന ആളുകൾ അന്ന് കുട്ടികൾ പറഞ്ഞു, നിങ്ങളെ പോസ്റ്റ് റെഡി ആയി വെച്ചു. അതിന്റെ പോസ്റ്റ് റെഡി ആയിരുന്നു. അപ്പോൾ മൂപ്പര് പോസ്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോ ഖബറാണ്, പള്ളിത്തോട് തന്നെയാണ് പന്ത് കളിക്കുന്നത്. അപ്പൊ ഒരു മറ ഖബറാണ് മൂപ്പര് എന്ത് ചെയ്യണത്, 2 മീസങ്കല്ല് ഉണ്ടാവും, അതാണ് പോസ്റ്റായിട്ട് മൂപ്പര്. ഇതാണ് എന്റെ പോസ്റ്റ്, ഗോൾ പോസ്റ്റ് അടിച്ചു. ഖബറിന്റെ മീസാങ്കല്ല് പന്ത് കളിക്കണ പോസ്റ്റ് ആക്കിയാണ്ട് മൂപ്പര് വെച്ചിരിക്കുക. അത് അങ്ങനെ പന്ത് കളിച്ചു. അതെന്ത് ചെയ്തു, പിന്നീട് ഉസ്താദ് പിന്നെ ഞായറാഴ്ചയാണല്ലോ വരിക പള്ളിയേക്ക്. അങ്ങനെ കമ്മിറ്റിപ്പെട്ട ആളുകൾ, നാട്ടിലുള്ള ആൾക്കാർ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് എന്ത് ചെയ്തു, അടി കിട്ടി മൂപ്പർക്ക്. അങ്ങനെ ഉസ്താദ് എന്ത് ചെയ്തു, ഉസ്താദ് അടി കിട്ടിയപ്പോൾ മൂപ്പര് ദർസിൽ നിന്ന് പോന്നു, വീട്ടിലേക്ക് പോന്നു കരഞ്ഞ്. അപ്പൊ വാപ്പ പിന്നെ ഇനി പോണില്ല എന്ന് വാപ്പാണ്ട് പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വാപ്പ ഉസ്താദിനോട് ചോദിക്കുകയും ചെയ്ത്. അപ്പൊ ഇങ്ങനെ ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ കാരണം കൊണ്ടാണ് തച്ചിട്ടുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് ദർസ് പഠനം മൂപ്പരത്. ദർസ് പഠിച്ചിട്ടുണ്ട് മൂപ്പര്? കൂടുതലൊന്നുമില്ല, കുറഞ്ഞ കാലം മൂപ്പര്. അതായത് വലിയ കിതാബുകളും കാര്യങ്ങളൊന്നും മൂപ്പർക്ക് ഓതിയിട്ടില്ല മൂപ്പര്. അത് ദർസിൽ ഒരു കുട്ടനെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ആ 10 കിതാബില്ലേ, അത് ഏകദേശം കുറഞ്ഞത് നിന്നിട്ടുള്ളൂ, കൂടുതലൊന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ മൂപ്പര് ഇങ്ങനെ വാപ്പ ബാംഗ്ലൂരും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുറച്ച് പിന്നെ വാപ്പ മരണപ്പെട്ട് പിന്നെ ഞങ്ങളായിട്ട് കുറെ കാലമായിട്ട് വരലും ബന്ധങ്ങളൊന്നുമില്ല. പിന്നെയാണ് ഒരു ദിവസം അതേമാതിരി വീട്ടിലേക്ക് വരുന്നത്. ആ വന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട്. വീട്ടിലെ സമയത്ത് അപ്പോൾ മൂപ്പര് വന്നപ്പോൾ ഉമ്മാക്ക്, ഞങ്ങൾ 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇത് ആമിത് ഇങ്ങനെയൊക്കെ വന്ന ഭയങ്കര സന്തോഷം. അപ്പൊ ഉമ്മാക്കും തന്നെ ഭയങ്കര ഇത്. നമ്മളൊന്നും അന്ന് ചെറിയ കുട്ടികളാണ്. അപ്പൊ വാപ്പ മരിച്ചു 2005 മരണപ്പെട്ട്. അപ്പോ ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം ഈ ആമിദിന്റെ മാതിരിയൊക്കെ ഇനി കാണാന്, കുപ്പായം തൊപ്പിയൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ. അപ്പൊ ആമിദ് ഉമ്മാനോടൊക്കെ പറയുന്നത് വലിയ സംഭവമായിട്ടാണ്. ഞാൻ അവിടെ ചികിത്സ ചെയ്യണം, അത്ര ആളുണ്ട്, എനിക്ക് ഇത്ര ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ ഉമ്മ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്തോളി, മുത്തുപ്പാനും കൊണ്ടുപോയിക്കോളി എന്നിട്ട് ഇന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇയാളെ കണ്ണൂർക്ക് കൊണ്ടുപോവാണ്. കണ്ണൂര് മാട്ടൂല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു ഇയാളെ കൂടെ ഒരു 10-15 ദിവസം ഞാൻ എന്തുണ്ട് നിന്നിട്ടുണ്ട്. അപ്പൊ ഇയാളൊരു അനിയനുണ്ട് ഷഫീഉള്ള തങ്ങൾ പറഞ്ഞിട്ട്, അന്ന് അവിടെ ദർസിൽ ഓതുണ്ട് മൂപ്പര്. മൂപ്പരെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണലൊന്നുമില്ല. ഇപ്പൊ ഉള്ളത് മുസ്തഫ എന്ന് പറഞ്ഞ മൂപ്പര അനിയന്. പിന്നെ വേറെ ആളുടെ, ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഷാഹിദ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടുന്ന് മൂപ്പര് ലാസ്റ്റ് ഘട്ടമാണ് കണ്ണൂരിൽ നിന്ന് പോരുന്നത്. അതായത് കണ്ണൂർ മാട്ടുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണാന്നുണ്ടെങ്കിൽ മൂപ്പരെ കൂടെ എന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങള്. കാരണം അന്ന് ഞാനൊരു 10-12 കൊല്ലം മുമ്പാണത്. അപ്പൊ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് മൂപ്പര് ലാസ്റ്റ് പോരുന്ന, പിന്നെ ആ മാട്ടൂലിക്ക് ആൾ പോയിട്ടുണ്ടാവില്ല.
ചികിത്സക്കായിട്ട് പോയിട്ടുണ്ടാവില്ല, കാരണം പോകാൻ പറ്റൂല. അങ്ങനത്തെ സാഹചര്യം പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് മൂപ്പര് ബോംബെയിലേക്ക് എന്റെ കൂടെ വരികയാണ്. അല്ലാതെ അയാളെ കൂടെ ഞാൻ ബോംബെയിലേക്ക് പോവല്ല. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു കുട്ടീനെ അങ്ങോട്ട് കെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉമ്മാനത്തെ ചികിത്സക്ക് വരുന്നതാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഉമ്മാനെങ്ങനെ ഉമ്മക്ക് പോകാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉമ്മ പറഞ്ഞു എന്റെ കുട്ടീനെ പറഞ്ഞേക്കണ്ട്. അപ്പൊ ഈ ഹാമിദ് ഞാനും വീട്ടിലുള്ള സമയത്താണ് ഉമ്മ അത് പറയണേ. അപ്പൊ പറഞ്ഞു ഹാമിദ്, എന്നാ ഞാനും പോകാം മുത്തുപ്പാന്റെ ഒപ്പം. അപ്പൊ ഉമ്മാക്ക് ആയിക്കോട്ടെ, എന്നാ ഞങ്ങളും പോയിക്കോളി. ഉമ്മാക്ക് പേടിയല്ലേ, കുറച്ച് വയസ്സിന് മൂത്ത ആളാണല്ലോ, ഒരു 6 വയസ്സ് 7 വയസ്സ് മൂപ്പർക്ക് ഇന്ത്യയിലേറെ കൂടും. പിന്നെ നമ്മളീ സംസാരിക്കണേല് കാക്കന്റെ ശബ്ദം നല്ലോണം ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, കാക്കനെ തുരത്താൻ നമ്മള് മതിലല്ലേ കേട്ടത്, ആ വണ്ടിയിൽ വിഷുവിനെ ആഘോഷിക്കാൻ വെച്ചാൽ പടക്കണ്ട്, ഒരു പടക്കം എടുത്തൊന്ന് പൊട്ടിച്ചാ. എന്തായാലും ഒരു പടക്കം പൊട്ടിച്ച ഒറ്റ ബ്രേക്ക്, ഒരു പടക്കം പൊട്ടിച്ചാണ്ട് ഞങ്ങള് കാക്കനൊന്ന് തുരത്തട്ടെ. കാരണം കാക്കനെ തുരത്താൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നുള്ളത് ഹാമിദ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോ പറയും അത് ചിലപ്പോ ഈ തങ്ങളെ പറഞ്ഞിട്ട് മരുന്നുള്ള ഒരു പടക്കം പൊട്ടിച്ചാൽ അങ്ങനെ പടക്കങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല പടക്കം വണ്ടിയുണ്ട്. ഞാൻ ഒരു പടക്കം ഒന്ന് പൊട്ടിച്ചാണ്ട് എന്തായാലും ഒരു പടക്കം പൊട്ടിച്ച് ഇപ്പൊ വരാം. അപ്പൊ എന്തായാലും നമ്മള് കാക്കനെ ഒരു പടക്കമൊക്കെ പൊട്ടിച്ചാണ്ട് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തി ഞങ്ങളെ ബോംബെക്ക് പോകുന്ന കഥ അത് എങ്ങനെയാണ്? അത് പിന്നെ മൂപ്പർക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം, താൽക്കാലികമായിട്ട് കണ്ണൂർ നിർത്തി. പിന്നെ അടുത്തൊരു മൂപ്പർക്ക് എന്താണ് വേറൊരു സ്ഥലം മൂപ്പർക്ക് വേണം. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല കുറച്ച് കാലം അവിടെ വന്നിരിക്കുന്ന ബോംബെയിലാവുമ്പോ എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞിരിക്കണം. അവിടെ നമുക്ക് കണ്ണൂര് എന്തെങ്കിലും സത്യത്തിൽ പ്രശ്നങ്ങൾ കണ്ണൂര് മൂപ്പര് ഞാൻ കണ്ടതല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ മൂപ്പർക്ക് ഏത് സമയത്തും മൂപ്പര് ഭയങ്കര ഡിസ്റ്റർബ് ആയ ഒരു സമയം ഞാൻ കണ്ടിരിക്കുന്നത് ഫോണില്. അതായത് ഒരു പെണ്ണ് വിളിച്ചിട്ട് എന്തോ ഒരു സ്വർണത്തിന്റെ വിഷയങ്ങളാണ്. പെണ്ണിന് സ്വർണ്ണം എടുത്ത് തരണം, അതെനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ കൂടെ സംസാരിക്കണേ. അതെന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിന്റെ വിഷയം അതൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെ എന്തോ ചിലപ്പോ ഈ വീഡിയോ ആ പെണ്ണ് ആ കുട്ടി കാണുന്നുണ്ടെങ്കിലൊക്കെ അപ്പൊ കണ്ടോട്ടെ. അപ്പോ പിന്നെ ഇനി ബോംബെത്തെ അങ്ങനെ ബോംബെയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഉമ്മ പറഞ്ഞു അവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങൾ നോക്കാനും നിങ്ങൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് ബേജാറല്ലേ. അങ്ങനെ പോയി ഞങ്ങൾ കോഴിക്കോട് നിന്ന് അക്ബർ ട്രാവൽസിന്റെ ബസ്സിൽ ഞാനും ഹാമിദും 32 പോരുന്നത് നിങ്ങളെ കൂടെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത്. അങ്ങനെ കുറെ വീഡിയോയിൽ ഇയാൾ വന്ന് പറയുന്നുണ്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് ഇയാൾക്കെതിരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പൊ ഇതിനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ആളുണ്ട്, എന്തോ പേര് എനിക്കറിയില്ല, സജാദോ അല്ലേ, അയാൾ അവിടെ വന്നിട്ട് അപ്പോ വീഡിയോ പറയുന്നുണ്ട്. പക്ഷെ അയാള് ചോദിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇയാളോട് ചോദിക്കണില്ല ഹാമിദിനോട്. ഈ ബോംബെയിൽ പോയിരുന്നു ഞാൻ, അത് ആ വീഡിയോ കണ്ട ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള ഒരു സംശയം നമുക്കൊക്കെ വരും. ഉണ്ട്. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളാണ്. ഇങ്ങനെ ചോദിക്കണം, എങ്ങനെ നിങ്ങൾ ഇന്ന് ബോംബെയിൽ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളെ ഉസ്താദിന്റെ മകനായിട്ട് നിങ്ങൾ ബന്ധമുണ്ടോ, അവരെവിടെയെന്ന് അതൊന്നും അതിൽ ചോദിക്കുന്നില്ല. പിന്നെ പേരുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല. അങ്ങനല്ല ഹാമിദെ, പേര് പറയണം, എന്റെ പേര് ധൈര്യത്തിൽ പറയാം ആളുകളോട്. അതേമാതിരി എല്ലാം തുറന്ന് പറയും. എന്തോ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, 7 ലക്ഷം റുപ്യ അവരൊക്കെ വാങ്ങിയെന്നു. ആരാമിത 7 ലക്ഷം റുപ്യ വാങ്ങിയത്, തെളിവ് കൊണ്ടുവരേ. 7 ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞു. ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു. അതിന്റെ മുന്നത്തെ വീഡിയോയിൽ 5 ലക്ഷം വാങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ എത്ര ലക്ഷം മേടിച്ചിട്ടുള്ള പച്ചമ്പരാൻ അറിയാം, മേടിച്ചിക്കണോ എന്നുള്ളതും അറിയില്ല. അയാളെ ചിറ്ററ ക്യാമറ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പത്തെ കാലത്ത് മൂപ്പര് അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ എന്തെങ്കിലും ഒരു തെളിവ് മൂപ്പരെ കയ്യിൽ വേണ്ടേ? അത് മൂപ്പരെ കയ്യിലില്ല, എന്നേവരെ മൂപ്പരെ കാണിച്ചിട്ടില്ല. അങ്ങനെ പറയണേ. പിന്നെ എന്താ പറഞ്ഞാല് ഈ മജ്ലിസില് ഇയാളെ കൂട്ടത്തിൽ ചെല്ല അവിടെ പോണ ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് പച്ച സാധുക്കളാണ്. ഇറ്റേക്ക് കുറെ ഇതില്ല. ഇയാളെ ഈ ബെയ്ത്തും പാട്ടുണ്ടല്ലോ, ഇതിങ്ങനെ കേൾക്കും. പിന്നെ ഇയാളെ ഈ കണ്ണീരൊലിപ്പിക്കല്, ഇതൊക്കെ കാണുമ്പോ ഇവര് എന്താ പറയാ, മാനസികമായിട്ട് ഇയാളെ ഇങ്ങോട്ട് ഇവരെ സ്വീകരിക്കാണ്. കുറച്ച് ഇതേമാതിരി ഒരു തങ്ങള് ഇത്രയും കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ എന്താ അങ്ങനെയൊക്കെ എന്താ പറയല്, മാണിക്കക്കല്ല് എന്താ മുത്തുമണികള് മുത്തെന്താ മണി എന്താന്ന് ഇയാൾക്ക് അറിയില്ലേ, മുത്തുമണികൾ എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു താത്തനാൾ പറയുന്നുണ്ടല്ലോ, ഇത്രയും കാലമായിട്ട് പാണക്കാട് തങ്ങന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, ഇവരൊന്നും ഇങ്ങനെ ആരും വിളിച്ചിട്ടില്ലല്ലോ, ഇയാൾ ഇങ്ങനെയൊക്കെ വിളിക്കണ്ടല്ലോ. അപ്പൊ താത്താനോട് എന്താ പറയാ നമ്മള്, കാരണം അതാണ് പാണക്കാട് തങ്ങന്മാരും ഇയാളെയും തമ്മിൽ താരതമ്യം ചെയ്യണത് തന്നെ നിങ്ങളെ അറിവില്ലായ്മയാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ പാണക്കാട് തങ്ങന്മാരും പണത്തിന് വേണ്ടിയിട്ട് ചികിത്സ നടത്തുന്ന ആളുകളല്ല. ഇത് രണ്ടും രണ്ടാണ്. കാരണം പാണക്കാട് തങ്ങന്മാര് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന അവരുടെ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അതിന്റേതായ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഖുർആനിലെ കിതാബിലും ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് പാണക്കാട് തങ്ങന്മാരായി കഴിഞ്ഞാലും മറ്റുള്ള തങ്ങന്മാരായി കഴിഞ്ഞാലും അത് ചെയ്തു പോകുന്ന ആളുകളാണ്. അതിന് വളരെ ചെറിയ ഒരു സംഖ്യ എന്തെങ്കിലും അവർ മേടിച്ചു പോകും. അല്ലാതെ ഇയാള് ഹാമിദിനെ പോലെ പണത്തിന് വേണ്ടിയിട്ട് മാത്രം ചികിത്സക്ക് ഇരിക്കുന്ന ആളുകളല്ല. അത് നിങ്ങൾക്ക് തെറ്റിയതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ അതാണ് മജ്ലിസിൽ ആളുകളൊക്കെ ഇങ്ങനെ കൂടുതൽ ഇയാൾക്ക് കുറച്ച് ഇതേമാതിരിയുള്ള കുറച്ച് ഇക്കുമത്തുകളൊക്കെ ഉണ്ട്. ആളുകളെ മുന്നിൽ നല്ലോണം കരയാണ്. കാരണം നമ്മൾ കുറെ ഉസ്താദ്മാര് മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. മലയാളത്തിൽ ദ്വാരക്കുന്ന ഉസ്താദ്മാരുണ്ട്, അറബിയിൽ നല്ലോണം ദ്വാരക്കും.
പക്ഷെ ഇയാളെ ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അറബി ഇങ്ങനെ തുടങ്ങിയ ശേഷം പിന്നെ ഇയാൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും, കൈയും കാലും പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ദ്വാരക്കും. പക്ഷെ ഇതൊക്കെ പെണ്ണുങ്ങൾക്കും കുറച്ച് നമ്മളെ പാവങ്ങളായ ആൾക്കാരെന്ത് ചെയ്യും, അത് ഇങ്ങോട്ട് ഏറ്റെടുക്കും. പക്ഷെ ഇയാളെ കരച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്, എങ്ങനെയാണ് ഇത് കരയണതൊക്കെ. പിന്നെ ബോംബെയിലുള്ള സമയത്തൊക്കെ ഞാൻ കണ്ടാണ്. ഇതൊന്നും അന്ന് ബോംബെയിലുള്ള മലയാളീസിനൊന്നും എനിക്കിത് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും വിശ്വാസത്തിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരല്ല അവിടുത്തെ ആൾക്കാർ. ഇയാള് ഞാൻ കണ്ടതാട്ടോ, ഈ സിഗരറ്റിന്റെ ബാക്കത്തെ കവറിൽ വെള്ള കളർ മിക്സ് വെച്ചിട്ട് പിന്നെ ഓരോരുത്തർ മജ്‌ലിസിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. സത്യത്തിൽ ആളുകൾക്ക് സംശയിക്കണം, ബോംബെക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ബോംബെക്ക് പോയത് പറഞ്ഞാൽ ഉമ്മാക്ക് ഇവിടെ ചികിത്സ ഉണ്ട്, നാട്ടിലെ ആൾക്കാരൊക്കെ മരത്ത് വരലുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു കുട്ടീനെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ ഉമ്മാനോട് പറയും, പിന്നെ നിങ്ങൾ വരുന്നുണ്ട്, ഇപ്പൊ ഉമ്മാക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പൊ എന്റെ കുട്ടീനെ പറഞ്ഞേക്കുന്നുണ്ട്. അത് ഏത് വർഷം? 2015. അതിന്റെ ടിക്കറ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതില് ഉണ്ടാവും, ഫോട്ടോ ഉണ്ടാവും. പിന്നെ അവിടെ പോയി, അപ്പൊ അവിടെ പോയിന്റ് കാര്യങ്ങളൊക്കെ ഫോട്ടോ നമുക്ക് ഇതിൽ കൊടുക്കുകയും ചെയ്യാം. പിന്നെ അവിടെ പോയി ഹാമിദും ഉണ്ട് കൂടുതൽ. ഞങ്ങൾ അവിടെ പോയി ബസ് ഇറങ്ങി അവരുള്ള സ്ഥലത്ത് പോയി. അവർ ഞങ്ങളെ കുറച്ച് കൂട്ടാൻ വേണ്ടി വന്ന് ഞങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്ന്. ഞാൻ അന്ന് ഒരു തുടക്കത്തിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കൂടെ വന്നിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോകുന്ന റിട്ടേൺ ബോംബെക്ക് എത്തിയപ്പോൾ അവിടെ ഇയാൾ റൂമൊക്കെ എടുത്ത്, ബാംഗ്ലൂരിന്റെ മൂത്ത താത്തുണ്ട്, അതേമാതിരി അവരൊക്കെ ഉണ്ട്. അതിന്റെ ബാംഗ്ലൂർ തന്നെയാണ്, വാപ്പ മൈസൂരൊക്കെ ആയിട്ട്. തിരിച്ചവിടെ ചെന്നപ്പോ ഹാമിദ് എന്ത് ചെയ്തിരിക്കുന്ന റൂമിൽ ഫുള്ള് പച്ച തുണിയൊക്കെ കെട്ടി. ഈ പച്ച മൂപ്പര വീക്കൻസാ, പച്ച തുണി, അതായത് ചെറിയൊരു റൂമാണ്, അതിൽ പച്ച തുണിയൊക്കെ കെട്ടിയിട്ട് പിന്നെ കുറെ മരുന്നുകളും ഇതൊക്കെ മൂപ്പരൊക്കെ റെഡി ആയിട്ടാണ് ഇവിടുന്ന് പോയിക്കണത്. കാരണം കുറച്ച് ദിവസം എന്ത് ചെയ്യണം, എവിടെയെങ്കിലൊക്കെ ഒളിവിൽ നിൽക്കേണ്ട രൂപത്തില്. അപ്പൊ നമുക്ക് അന്നൊന്നും ഇത് അറിയില്ലല്ലോ. പിന്നീട് അത് മനസ്സിലാക്കി തുടങ്ങിയത്. പിന്നെ അയാൾ എന്ത് ചെയ്തു, ആഴ്ചയിൽ എല്ലാ വ്യാഴ്ചയും മജ്‌ലിസ് നടത്തൽ തുടങ്ങി. അവിടെ ഞങ്ങൾ നിൽക്കുന്ന ഒരു ചെറിയ റൂമുണ്ട്, അതിന്റെ പാസേജില് അവിടെ സ്വലാത്ത് മജ്‌ലിസ് എല്ലാ വ്യാഴ്ചയും അതിൽ അവിടെ നടത്തും. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഈ മജ്‌ലിസിൽ രണ്ടാളുണ്ടാവും. ഒന്ന് ഞാൻ നിലത്തിരിക്കും, മൂപ്പര് നീച്ച് നിന്നിട്ട് പിന്നെ സ്വലാത്തും സലാമും ഒക്കെ ചെല്ലിയിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ. അന്നൊന്നും ഈ സ്വലാത്തുൽ ഫാത്തി ഒന്നും ഇയാളടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ സ്വലാത്തുൽ ഫാത്തി ഇപ്പോഴാണ് ഞാൻ പക്ഷെ ഞാൻ ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എനിക്ക് അയച്ചു തരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കും, ഈ ബോംബെ 2015 സ്വലാത്ത് ഹാമിദ് സ്വലാത്തുൽ ഫാത്തി ഒന്നും ഇല്ലല്ലോ, എന്താണ് സംഭവം എനിക്കറിയില്ല. അതെന്തോയിക്കോട്ടെ, അയാളും ആയിക്കോട്ടെ, അതിനെ കുറിച്ചല്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാല്, ഇയാൾ വന്നിട്ട് എന്റെ വാപ്പ പിന്നെ ഇജാസിയത്ത് തന്നിക്കണ്. പിന്നെ എന്റെ വാപ്പ എന്റെ വാപ്പ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടാണ്. അപ്പൊ മരണപ്പെടുന്നതിന്റെ കുറച്ച് 10 ദിവസം മുമ്പ് അതിന്റെ വീഡിയോ ഉണ്ട്. വാപ്പ ഈ ഹാമിദിനെ കാണാൻ വേണ്ടി വയനാട് ചെന്നിരുന്നു. അങ്ങനെ വാപ്പ പറഞ്ഞതില് വാപ്പ ഇജാസിയത്ത് കൊടുത്തിങ്ങനെ ഇങ്ങനെ ചികിത്സ ചെയ്തിട്ട് കുട്ടി പറഞ്ഞു ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഇജാസിയത്ത് വാപ്പ അങ്ങനെ 10 ദിവസം മുമ്പ് മരിക്കുന്ന മുമ്പ് ഹാമിദിനെ കാണാൻ. കാരണം എന്റെ അമ്മ ഹയാത്തിലുണ്ട്, എന്റെ അമ്മക്ക് അറിയാലോ, അമ്മ മരിച്ചിട്ടില്ല, അങ്ങനെ സംഭവം അല്ല. എന്റെ വാപ്പ മരിച്ച സമയത്തും ഈ ഹാമിദ് അവിടെ ഇല്ല. അതായത് ആ മയ്യത്ത് കാണാൻ, വാപ്പന്റെ ജനാസ കാണാൻ വന്നിട്ടില്ല. അതിൽ പറയാത്തോണ്ടേ. കാരണം പിന്നീട് വാപ്പ മരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹാമിദ് വരുന്നത്. അപ്പോ വാപ്പ എന്ത് ചെയ്തില്ല, അത് ഇയാൾ പറഞ്ഞത് അയാൾ നുണ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യണം, എനിക്ക് ആളുകളെ മുന്നിൽ നമ്മൾ വിശ്വസിക്കണോല് വിശ്വസിക്കും, അല്ലാത്തവര് വിശ്വസിക്കൂല. അത്രത്തോളം. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നോണ്ട് നമുക്ക് ഇപ്പൊ മജ്‌ലിസും തകർക്കാൻ ആഗ്രഹമുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ അടുത്തുള്ള കുറെ കാര്യങ്ങളുണ്ട്. എനിക്കിതൊക്കെ ഈ ഫോണിൽ, ഈ 2 ഫോണിലും ഈ ഫോട്ടോ ഇയാൾ തന്നെ ഏത് സ്ഥലത്ത് ഞങ്ങൾ ചെന്നാലും ബോംബെയില് ഇതൊക്കെ ഇയാൾ ചെയ്യിപ്പിക്കുന്ന പണിയാ. ഇയാള് ഏത് സമയം ഇയാളെ ഫോണിൽ ഇങ്ങനെ എല്ലാ ഫോട്ടോത്തിലും ഇയാൾ ഫുൾ ടൈം ബിസി ആവും. ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിലാണെന്ന് ഇയാളോട് പറയും, മുത്തുപ്പ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കണം കേട്ടോ. അതായത് മൂപ്പരെന്തോ ചെയ്യുക, ആളുകളോട് വർത്തമാനം പറയാന്നുണ്ടെങ്കിലും ഫോട്ടോ എടുക്കണം. അങ്ങനെയാണ് മൂപ്പരിങ്ങൾ എന്തോ ഒരു കുറക്, അത് കുറകല്ല, അത് ചക്കരക്കേങ്ങാണ്. അത് എനിക്കറിയാം. കാരണം മൂപ്പരിനോട് പറഞ്ഞാണ് ഫോട്ടോ എടുത്ത ആളുകളാണ്. എന്നോട് പറയണേ ഫോട്ടോ എടുക്കുകയും ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞാൻ മൂപ്പർക്ക് അയച്ചു കൊടുക്കണത്, മൂപ്പരിനെ കൊണ്ട് എടുപ്പിക്കാണ് ഫോട്ടോ. അങ്ങനെ എടുത്തിട്ട് പിന്നെ അങ്ങനെ അയച്ചു കൊടുക്കും ഞാൻ. അതേമാതിരി ഹോട്ടലില് ബസ് കയറാൻ സമയത്ത് എവിടെ പോകണേ, ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചക്ക് അന്ന് മൂപ്പര് ഇപ്പോഴല്ലേ താടി, അന്ന് ഇങ്ങനെ പണക്കാട്ടത്തെ ഇവരൊക്കെ ഇങ്ങനെ വെച്ചിരുന്നത്. ആ സമയത്തുള്ള ഫോട്ടോസ് അവിടെ ചെന്നാൽ ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഫോട്ടോ എടുക്കണം. ഇതൊക്കെ ആർക്കും അയച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. അതാണ് സംഭവം. അല്ല ഞാൻ ഇയാളെ എനിക്കറിയോ, എനിക്ക് കറാമത്തുകളോ വഹിയൊന്നും ഇല്ലല്ലോ. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇയാൾ കൊടക്കാട് വന്നിട്ട് വലിയ മജ്‌ലിസൊക്കെ ഉണ്ടാവും, അന്ന് എനിക്ക് ഇയാൾക്കെതിരെ ഉപയോഗിക്കാം ഈ ഫോട്ടോസൊക്കെ ഒന്നും എനിക്കറിയില്ലല്ലോ. ഇതൊക്കെ ഇയാൾ എന്ത് ചെയ്തു, എന്നെ കൊണ്ട് എടുപ്പിച്ചു. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിളാണ് ഇപ്പൊ, ആൻഡ്രോയിഡ് ഫോണാണ്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതായത് കിടക്കും. ഇയാള് വന്നിട്ട് എന്ത് ചെയ്തു, നമുക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് വീട്ടിൽ ഉമ്മണ്ട്, മക്കൾക്ക് വിഷമാവില്ല ഇങ്ങനെ പറയുമ്പോൾ. പിന്നെ ഇപ്പൊ നമ്മളും ആൺകുട്ടികളല്ലേ, അയാൾക്ക് മാത്രമല്ല ഈ ആണത്തരം കാട്ടോ, നമുക്കും കഴിയുമല്ലോ. അപ്പൊ നമ്മളത് ഇത്ര 4 കൊല്ലമായിട്ട് നമ്മൾ മുണ്ടിയിട്ടില്ല. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇയാൾ ഇത് എന്ത് വീഡിയോ ഇറക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് തയ്യാറായിട്ടുണ്ട്. ഞാൻ പറയും, ഞങ്ങളോട് പറഞ്ഞാണ് നിങ്ങളെ സംഭവം ഞാൻ ആദ്യം മേടിച്ചാണ്. ഇതിനെതിരെ പല രീതിയിൽ നുണപ്രചാരണമായിട്ട് മൂപ്പര് വരും. വന്നോട്ടെ, മൂപ്പര് ആരെ ഏത് പെണ്ണിനെ കൊണ്ടുവന്നോട്ടെ, നമുക്കൊന്നും വിഷയമല്ല. ആരെ കൊണ്ട് പറയിപ്പിച്ചാലും വിഷയമല്ല. പിന്നെ അതിലും വലിയൊരു വിഷയം എന്താണ്, സുന്നി മഹല്ലിക്ക് ഇയാളെ 1-1.5 വർഷം മുമ്പ്
ഇയാളെ വിളിപ്പിച്ചിരുന്നു. ജിഫ്രി മുത്തുക്കത്തങ്ങൾ ഇവരൊക്കെ ഇയാളെ എന്താണ് ഇയാളെ നിലപാട് ഒക്കെ അറിയാൻ വേണ്ടി. അന്ന് ഭയങ്കര വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മളെ സത്താർ സത്താർ സാഹിബ് ഓരൊക്കെ പാടെ എന്ത് ചെയ്ത് ഇതിനെതിരെ കുറച്ച് ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോൾ സമസ്ത ചെറുതായിട്ടൊന്ന് ഇടപെട്ടു. ഇയാളെ സുന്നി മഹലിക്ക് മലപ്പുറത്തേക്ക് വിളിച്ചു. അന്ന് ഇയാൾ എന്ത് ചെയ്തു, എൻ്റെ വാപ്പാനെ പറ്റിയിട്ട് അവിടെ മോശമായിട്ട് അന്ന് അവിടെ ഉള്ള കുറച്ച് ആളുകൾ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ വാപ്പാനെ വളരെ മോശമായിട്ട് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വന്നു, എനിക്ക് എൻ്റെ ഉസ്താദ് ഇജാസിയത്ത് നിങ്ങൾ അങ്ങനെ എൻ്റെ വാപ്പാനെ പറ്റിയിട്ട് മോശമായിട്ട് ഇയാൾ പറഞ്ഞു. അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. അത് നമ്മളെ മനസ്സിലുണ്ട്. അല്ലാതെ ഇയാൾ വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ വളർച്ച കണ്ടിട്ട് അയാളെ ഉയർച്ച കണ്ടിട്ട് ഞങ്ങൾക്ക് അസൂയാണ്. ഞങ്ങൾക്ക് എന്തിനാ അമിത അസൂയ? ഞങ്ങളെ ഈ വീടും ഈ വണ്ടികളൊക്കെ ഈ ഉണ്ടാക്കി തന്നല്ലോ, അതൊക്കെ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പം ഞങ്ങൾക്ക് അതൊന്നുമില്ല. അതൊക്കെ ആമിദിൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾ, അതേമാതിരി കുറെ അന്താന്ന് പറഞ്ഞാൽ കണ്ണുണ്ടായി അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ആമിദിന്റെ സംസാരം അവർ വിശ്വസിക്കും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും എന്തില്ല ആമിതെ, കുറച്ച് വിദ്യാഭ്യാസം ദീനും ഇസ്ലാം ബോധമുള്ള ആൾക്കാരൊന്നും എന്തെങ്കിലും ആമിതെ അത് വിശ്വസിക്കൂല. കാരണം ഞങ്ങൾക്ക് ചെലവിന് വരുന്നത് ആമിതല്ല കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഇനി ഇതിനെതിരെ എന്ത് അമിത വീഡിയോ ഇട്ടാലും അമിത പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവർക്കൊന്നും ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. ഈ 2 ഫോണിലും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ മേലക്കുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും, കേൾപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഹാമിദിനോട് എത്ര മോശമായിട്ട് സംസാരിച്ച വോയിസ് കോൾ റെക്കോർഡുണ്ട്. ഹാമിദിൻ്റെ കൂടെ വേറൊരു വ്യക്തി ഉണ്ട് എന്നോട് സംസാരിച്ച്. പിന്നെ ഇതിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് മൂപ്പര് പറയാൻ പോണത് തങ്ങള് പൈസ ചോദിച്ചു വിളിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് എന്നായിരിക്കും പറയാൻ പോണത്. അങ്ങനെയൊക്കെ പറയാം ചിലപ്പോൾ. അത് തീർച്ചയായിട്ടും പറയും, ചിലപ്പോ തീർച്ചയായിട്ടും പറയും. അപ്പൊ ആദ്യം എന്താ പറയാ, അഞ്ഞ വിളിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വേണമെന്ന് പറഞ്ഞു, പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് ജനങ്ങളെ വിഡ്ഢികളാക്കാനും മൂപ്പരെ കൊണ്ട് കഴിയും. അതിനുള്ളൊരു കഴിവ് മൂപ്പർക്കുണ്ട്, നല്ലോണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അതിന്റെ 2-3 ഞാൻ കാണുന്നത് നല്ല ആളുകളെ, ഒരു 10 ആളുകൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊക്കെ നടന്നതാട്ടോ. ഒരു 5 പെണ്ണുങ്ങൾ മൂപ്പര് എടുക്കുന്ന മജ്ലിസിക്ക് ചികിത്സക്ക് വരാന്നുണ്ടെങ്കിൽ മൂപ്പര് ആദ്യത്തെ പരിപാടി എന്താ പറയുക, 10 ആളെയും മെന്റാലിറ്റി എന്താണെന്നാണ് ഇയാൾ ചെക്ക് ചെയ്യുന്നത്. അതിൽ ഈ 10 ആൾ വന്നു കഴിഞ്ഞാൽ 3 ആൾ ചിലപ്പോൾ ഇയാളെ കോമാടി, ഇയാളെ സംസാരങ്ങളും ചിരിയും കളിയൊക്കെ കണ്ടിട്ട് ഇയാളുടെ അടുത്ത് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യണം, ഇരിക്കണം എന്ന് ആഗ്രഹിച്ച് 3 ആളുണ്ടാവും. ബാക്കിയുള്ള ചിലപ്പോൾ 7 പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, അവരെ പണി കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഈ 3 ആളെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റിൽ കയറ്റുന്നത്. ഇയാളെ പിന്നെ മജ്ലിസ് കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഹാദ്യമായിട്ട്. അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആമിദിന്റെ അഡ്മിന്മാര് സത്യമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചോളിട്ടോ. ഇവർ പറഞ്ഞൊരു സത്യം. കാരണം എന്താ വെച്ചാല് ഇന്റെ കുടുംബത്തിൽ തന്നെ, അയാളുടെ പേരും ഡീറ്റെയിൽസും പറയില്ല, കുടുംബത്തിൽ തന്നെ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയ ഒരു സമയം വന്നിരുന്നു. ആ സമയത്ത് ഹാമിദിനെ കാണാൻ പോയ ഒരാളുണ്ട്. കാരണം മാപ്പിള ഗൾഫിലാണ്. ഓരോന്നും അറിയാതെ പോയി ചെന്ന പാടനെ ഹാമിദ് പൈസയാണ് ചോദിച്ചിരിക്കുന്നത്. 500 റുപ്യ തരണമെന്ന് പറഞ്ഞു ഹാമിദിനോട്. അപ്പൊ പൈസ കൊടുത്തു. പിന്നെ അത് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ 1/3 ഇവിടെ കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ശരിയാന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പത്തേർക്ക് അപ്പൊ തന്നെ പന്തികേട് തോന്നിയിരിക്കണേ. ആ മൂപ്പേര് പന്തികേട് തോന്നിയിട്ട് മൂപ്പത്തേര് എന്നാ പിന്നെ വരണ്ടെന്ന് പറഞ്ഞാൽ 500 റുപ്യ എന്തോ കൊടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. 500 റുപ്യ കൊടുത്തില്ല എന്തോ പറഞ്ഞു മൂപ്പത്തേര് അവിടുന്ന് പോന്നു. ഇപ്പോ 3 മാസം മുന്നേ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് കൊടുത്താണ് ഞാനാണ്. അത് വക്കീലും കാതര കോടതി കിടക്കുന്ന വിഷയമാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു പോരുന്നവരുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ സംസാരം കേട്ടിട്ട് നമ്മളിപ്പോ ഒരുപാട് എന്താ പറയാ നടന്മാരെ ആക്ടർമാരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്, ഓലെ അഭിനയം കണ്ട് ഇഷ്ടപ്പെടുന്നതാണ് ആ വ്യക്തിയുടെ അഭിനയം. അതുപോലെ ഇയാളുടെ അഭിനയം കണ്ട് ഇയാളോട് ആരാധന മൂത്ത ആളുകളായിരിക്കും നിങ്ങൾ ഈ പറയണേ അഡ്മിന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഓൽക്ക് അതിന്റെ വരുമാനം കിട്ടുന്നുണ്ട്. വരുമാനം നല്ലോണം കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ കോട്ടക്കലുള്ള ഒരു താത്ത, അതേമാതിരി പല കണ്ണൂരുണ്ട്, കാസർഗോഡ് നിന്നൊക്കെ ബസ്സിൽ ആളുകൾ വരുന്നുണ്ട്. വന്നോട്ടെ മജ്ലിസ് നടന്നോട്ടെ, അതിനൊന്നും നമുക്ക് ഒരു വിരോധം. ഒരു സീറ്റിനൊക്കെ ഒരു 49 സീറ്റുള്ള ഒരു ബസ്സില് ഒരു സീറ്റില് ആ കൊണ്ടുവരുന്ന അമീർ ചിലപ്പോ ഒരു താത്ത പെണ്ണേക്കാരൻ അതിനൊരു 250-300 റുപ്യ വെച്ചിട്ട് മൂപ്പര് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ 49 × 300 റുപ്യ എത്രയായി? 300 റുപ്യ എന്ന് പറയുമ്പോ തന്നെ 10-ന് 3000, 3 15, ഏകദേശം 15,000 റുപ്യോളം. അപ്പൊ ഈ ഒരു താത്താക്ക് കാസർഗോഡ് ചിലപ്പോ 8 ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. ഈ 8 ഗ്രൂപ്പിൽ എത്ര ബസ് വരുന്നുണ്ടാവും അവിടുന്ന്? അപ്പൊ ഈ താത്താന്റെ കുടുംബം മാപ്പിള പണിക്കൊണ്ടല്ലോ, ഒരു ആവശ്യമില്ല ഇല്ലല്ലോ. ആ മാപ്പിളന്നല്ല, ആ താത്താന്റെ മക്കളെ കുടുംബം ഉണ്ടാവുമല്ലോ, പെൺകുട്ടികളെ കെട്ടിച്ചിരിക്കുന്നത്, ഒരു വരെ ജോലിക്കൊണ്ട്. ഈ അഡ്മിന്മാരെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ ഉണ്ടാവില്ല, അഡ്മിന്മാരെ അടുത്തുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. കാരണം ഇതിന്റെ തട്ടിപ്പുകളൊക്കെ നടക്കുന്ന രീതികളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ എന്തായാലും നമ്മളെ ബോംബെയിൽ പിന്നെ എങ്ങനെയാണ്, ബോംബെന്ന് പിന്നെ തിരിച്ചു പോരലും കാര്യങ്ങളും ഞാൻ തിരിച്ചു പോരാന്ന് പറഞ്ഞാല് ഞാന് പിന്നെ അവിടെ പോയി, നമ്മളങ്ങനെ കൂടുതൽ അവിടെ കൂടണം എന്ന് എഴുതിട്ട് പോയതല്ല. അമ്മ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ഓല് നമ്മളെ ചെന്നു അവിടെ എന്താണ് കണ്ടിട്ട് പോരാന്ന് എഴുതി പോയതാ. പക്ഷെ മൂപ്പര് എന്ത് ചെയ്ത് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പൊ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ചെന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്തിരുന്നത്, പച്ച തുണിയൊക്കെ ഇട്ടിട്ട് റൂം. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ഇനി ഇവിടെ കൂടട്ടോ. എന്നാ ശരി ആയിക്കോട്ടെ.
എനിക്ക് അന്ന് വലിയ ഒരു 10 വയസ്സ് കമ്മി ഉണ്ടാവും, 10-15 വയസ്സ് കമ്മി ഉണ്ടാവും. 2015 2025 10 കൊല്ലായി. ഷിഹാബ് യൂട്യൂബിന്റെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലും ഫേമസ് ആയിട്ട് നടക്കാണല്ലോ. കേരളത്തിൽ എന്തായാലും ഇപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊന്നും സീസൺ അല്ല. അല്ല, അത് ആമിദ് വരുന്നതിന് മുമ്പ് വരണ്ടിരുന്നു. അങ്ങനെ ആമിദ് അവിടെ പൊന്തൂല. ഇത് ഷിഹാബ് ചോദിച്ചു വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ഇയാൾ ഇവിടെ എന്ത് ചെയ്തു, ഇടം പിടിച്ചു. അതാണ് സംഭവിച്ചത്. പിന്നെ അങ്ങനെ ബോംബെയിൽ എന്ത് ചെയ്തു, ചികിത്സ വരും. അന്ന് ആമിദാണ് കേട്ടോ ഒക്കെ മെയിൻ ആണ്. ഞാൻ ബാക്കിൽ ഇരിക്കലാണ്. പിന്നെ നമുക്ക് കഴിവുകളൊന്നും ഇല്ല. അപ്പോ കസ്റ്റമർ വരും, ഹിന്ദി അറിയിട്ടോ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നുണ്ട്. ചിലപ്പോൾ ഇയാൾക്ക് അത്ര ഹിന്ദി അറിയില്ല. അപ്പൊ തർജ്ജമ ചെയ്യാൻ അവിടുത്തെ ആളുകളുണ്ട് കേട്ടോ, മലയാളക്കാര്. അപ്പോ ഭയങ്കര കോമഡിയാണ്, കേട്ടോളിട്ടോ കോമഡികള്. പിന്നെ എനിക്ക് തന്നെ പറയുന്നതിന് വളരെ ഒരു മോശം നിവർത്തിയില്ല. കാരണം ജനങ്ങൾ അറിയണം, ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. എന്റെ കുടുംബം ഏതോ ഹൈദർമദൂർ പൈസ വാങ്ങി എന്നിട്ട് ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണതെന്ന് ഈ ഹാമിദ് പറഞ്ഞ വീഡിയോ ഉണ്ട്. ആ വീഡിയോ അത് കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇതിന് നിങ്ങളെ വിളിച്ചിട്ട് ഞാനായിട്ട് നിങ്ങളെ വിളിച്ചതാണ്. അതായത് ഞാൻ വിളിച്ചാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പറഞ്ഞിട്ട്. അപ്പോ ഇയാൾ ചികിത്സക്ക് ഇയാൾക്ക് ലജ്ജ എന്ന് പറഞ്ഞ സാധനമല്ല. ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതായിക്കോട്ടെ, നമ്മൾ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ലജ്ജ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഓനക്ക് എന്തും ചെയ്യാം. അപ്പൊ ഒരു കഥ ഞാൻ പറഞ്ഞ കഥയല്ല, അവിടെ നടന്ന സ്റ്റോറി പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന് കുറച്ച് പ്രായമുണ്ട്, ചൊറിച്ചിലാണ്. ഇത് നമ്മളെ ബോംബെയിലുള്ള ആളുകളൊക്കെ കേൾക്കും, ഒരു കാണുവർക്കൊക്കെ അത് അറിയാം. അപ്പോ കുറച്ച് പ്രായമുള്ള സ്ത്രീ കുറെ ഹോസ്പിറ്റലൊക്കെ പോയി, അപ്പൊ മാറിയിട്ടില്ല. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ആള് കേരളത്തിൽ നിന്ന് വലിയൊരു പോലും തന്നെ കുറച്ച് പൊലിപ്പിച്ചും പറഞ്ഞിട്ട്. അപ്പൊ ഇവര് വന്ന സമയത്ത് ആമിദ് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ വന്ന ഇങ്ങനെ പറയട്ടോ, എല്ലാവരും വന്ന് പറയട്ടോ. കാരണം എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ആമിദ് എന്ന് പറയാൻ ഐശത്ത് മാത്രം കിട്ടിയാൽ പോരല്ലോ, പിന്നെ പൈസ വേണല്ലോ. മൂപ്പരത്തൊക്കെ കുറെ മുമ്പേ കഴിഞ്ഞിരിക്കണം കല്യാണം. പറയണാണ്. ഞാനിപ്പോഴും വിശ്വസിച്ചിട്ടില്ല. എന്ത് സത്യത്തിന് മൂപ്പർക്ക് എത്ര പെണ്ണുങ്ങളുണ്ട് അറിയാലോ, ആകാംക്ഷയോട് മൂപ്പര് ഒപ്പം ഉണ്ടായിരുന്ന ആളാണല്ലോ. അതിന്റെ അറിവില് 3 ഭാര്യമാര് അന്ന് എനിക്ക് അറിവിലുണ്ട്. 3 ഭാര്യമാര് 10 വർഷമായില്ലേ? അന്ന് 3 ഭാര്യമാരുണ്ട്. അത് എവിടെയൊക്കെ? ഒന്ന് കണ്ണൂരത്ത് ചിലപ്പോ അത് ഇപ്പൊ അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഫോണിൽ കൂടെ സംസാരം കിട്ടുന്നു. അത് ചിലപ്പോ ഒരു കല്യാണം കഴിഞ്ഞ കാര്യം ഒഴിവാക്കിയ കേസാണത്. ആ പണ്ടവും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ സ്ഥലം എന്റെ കൂടെ പോരുന്നത്. പിന്നെ വയനാട്ടില് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. വയനാട്ടില് അത് അവിടെ പോയിട്ടുണ്ട്. അതാണ് ആദ്യ ഭാര്യ. അതിൽ 3 മക്കളുണ്ട്, ഒരു ആൺകുട്ടി 2 പെൺകുട്ടി. അല്ല, വയനാട്ടിലെ കേസ് അമിത് നിഷേധിക്കുകയാണെന്ന് വെച്ചാല് എനിക്കറിയാം, പോകാൻ തയ്യാറാണ്. സംശയമില്ല, തെളിവടക്കെ നമുക്ക് വിട്ടുകൊടുക്കാം. ഞാൻ കൊണ്ടുവരാം ഞങ്ങളെ ബോംബെക്ക് കൊണ്ടുപോകാലോ. 2 കോഴിക്കോട് ടിക്കറ്റ് എടുത്താൽ പോലെ ഫ്ലൈറ്റ്. ബോംബെയിൽ ബോംബെത്തെ വേറൊരു വിഷയം കൂടെ ഉണ്ട് എന്നുള്ള സാധനം. അവിടുന്ന് നടന്നിട്ടില്ല പരിപാടി, കല്യാണം നടന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാനുള്ള കാരണം എന്താ അറിയോ? ഒരു കല്യാണ വിഷയം. പിന്നെ ബോംബെന്ന് മൂപ്പർക്ക് ഒരു പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാല് ഉമ്മ ചികിത്സക്ക് വരുമ്പോ ചിലപ്പോ മൂപ്പരത്തേക്ക് വരുമ്പോ മക്കളും വരൂലേ, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയും പോകുമ്പോ അവിടെ ഉണ്ടാവില്ല പെൺകുട്ടികൾ. മൂപ്പർക്ക് ഏതെങ്കിലും പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മൂപ്പർക്ക് അതിനെ കല്യാണം കഴിക്കണം. ശ്രദ്ധിച്ച് കേട്ടോളി, മാതാപിതാക്കളായ ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിച്ച് കേട്ടോളി. ഈ ഒരു വിഷയം സ്വന്തം മകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാവി തകർക്കാനാണ്. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ നല്ല ഭാവിക്കല്ല. ചിന്തിക്കണം നിങ്ങൾ. എന്തായാലും നിങ്ങൾ പറയും.